വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ആമ്പൂർ ബിരിയാണിയാണ്. നോർത്ത് തമിഴ്നാട്ടിലെ ആമ്പൂർ എന്ന സ്ഥലത്തെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സീരക സാമ്പ എന്ന് പറയുന്ന ഒരു റൈസാണ് കേട്ടോ. പക്ഷേ അത് ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും ഒക്കെ മാത്രമേ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളതല്ല. അപ്പം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈമ റൈസ് യൂസ് ചെയ്യാം കേട്ടോ, അതാണ് ബെസ്റ്റ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയ റൈസിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കൈമ റൈസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൈസ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് 2 കപ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് ബസ്മതി റൈസിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. 1 മണിക്കൂർ ഈ റൈസ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മളൊരു 3 സവാള എടുത്തൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്, ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സവാള എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ല കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ആ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെ ഈ ബിരിയാണി എന്ന് പറയുന്നത് സെറ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് റെഡിയാക്കി നോക്കണം. റെഡിയാക്കി നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ഈ ബിരിയാണി പിന്നെ ഉണ്ടാക്കുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ചിക്കൻ നമ്മളുടെ ആ ഒരു ചോറിൽ അതിലിട്ട് വേവിച്ചെടുക്കുന്ന ആ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ സംഭവം പൊള്ളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ കനം കുറച്ച്. ഇനി നമുക്കൊരു 4 തക്കാളി എടുത്ത് ഇതുപോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. തക്കാളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മല്ലിയില നമുക്കിതിന് ആവശ്യമാണ്. മല്ലിയില നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്, ചെറുതായിട്ട് തന്നെയാണ് മല്ലിയില അരിഞ്ഞെടുക്കുന്നത്. അതും കൂടെ നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിന് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. നമുക്കിനി ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് നമ്മളൊരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പേസ്റ്റും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. ഒരു പാത്രത്തിൽ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളം അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മസാല റെഡിയാക്കാനുള്ളതിനകത്ത് 150 ml സൺഫ്ലവർ ഓയിലും അതിൻ്റെ കൂടെ ഒരു 50 ml നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾ ഓയിലിന് പകരമായിട്ട് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രൗണ്ട് നട്ട് ഓയിലാണ് കേട്ടോ. അതിപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിലാണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്കാണ് നമ്മൾ 50 ഗ്രാം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 10 ഏലയ്ക്ക, 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പട്ട, 10 ഗ്രാമ്പു, 4 തക്കോലം. ഇത്രയാണ് നമ്മൾ ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഓയിൽ നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു അളവിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി അതൊന്ന് നല്ല റോസ്റ്റായി കിട്ടുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ ഞാൻ ആക്കുളം പാർക്കിൻ്റെ ഒരു വീഡിയോ ഒരു വ്ളോഗ് ചെയ്തതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഈ ഒരു ആമ്പൂർ ബിരിയാണിയാണ് റെഡിയാക്കി കൊണ്ടുപോയത്. പക്ഷേ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് ഞാനൊന്ന് ഉറപ്പിച്ചാണ്. കാരണം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് അല്ല, നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ആ ചിക്കൻ്റെ ടേസ്റ്റ് ആ ചോറിൽ പിടിച്ചിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയെന്ന്. നിങ്ങൾക്കിത് ബാക്കി കാണുമ്പോൾ മനസ്സിലാവും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മളിപ്പം നമ്മുടെ ആ ഒരു ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുതിർത്ത് കഴുകി എടുത്ത ആ ഒരു അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ.
നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ അത് വെന്ത് വരുമ്പോഴത്തേനും നമ്മളിവിടെ ഉള്ളി വഴറ്റാനായിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 4-5 തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മല്ലിയിലയാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വീണ് കിടക്കുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തിട്ടുള്ള മല്ലിയിലയാണ്, വേറൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഒരു സ്റ്റെയിനറിലേക്ക് ഒഴിച്ച് ഒന്ന് വെള്ളം മാറ്റിക്കളയാം. വീണ്ടും നമ്മളുടെ ആ ഒരു മസാലയുടെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ സവോളയും എല്ലാം നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പം ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ കാശ്മീരി മുളക് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്കത് അരച്ച് പേസ്റ്റാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആമ്പൂർ ബിരിയാണിക്ക് നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. ഇനിയിപ്പം നിങ്ങൾക്ക് അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അതിൽ വലിയ മാറ്റമൊന്നും വരില്ല. എങ്കിലും ചെയ്യുന്ന ഒതൻറ്റിക് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരി മുളക് വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം പേസ്റ്റാക്കി ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചേർത്തിട്ടില്ല. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് ഇത് ഈ ഒരു മസാലയിൽ തന്നെ കുറച്ച് കൂടെ വെന്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെക്കാം. ഇപ്പം ഓൾറെഡി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കണ്ട. ഈ ഒരു മുളക് പൊടി മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കഴിച്ച് നോക്കുക. കഴിച്ചിട്ടുള്ളവർക്ക് അത് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാം. കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഈ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മൾ ഓൾറെഡി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു മിക്സിയിൽ നമ്മൾ ഒഴിച്ച് കറക്കിയെടുത്ത വെള്ളമാണ്. അതുകൊണ്ടാണ് ആ ഒരു കളറിലിരിക്കുന്നത്. അപ്പോൾ സാധാ ചൂട് വെള്ളമാണ് നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പച്ചവെള്ളമല്ല, ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ചൂടുവെള്ളമാണ്. 2 കപ്പ് ചൂടുവെള്ളമാണ്. അത് ജസ്റ്റ് ആ ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ മിക്സിയിൽ കറക്കി എടുത്തിട്ടൊന്ന് ഒഴിച്ചെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു കളർ ചേഞ്ച് വന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് മുകളിലേക്ക് തന്നെയാണ് നമ്മൾ ആ ഒരു റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജീരകശാല അരി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. ഈ ഒരു വലിയ റൈസ് നമുക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ജീരകശാലയാണ്. പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ അരി യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തുകൊണ്ട് ടേസ്റ്റ് കുറയൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്തും ചെയ്യാം.
ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇത് നമ്മളൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതിന് ശേഷം നമുക്കിതിനടിയിലൊരു പഴയ തവയോ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വീണ്ടും വേവിക്കാം. വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ആ സമയത്തിന് നമുക്ക് അത് റെഡിയായി വരുന്ന സമയത്തിന് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാലഡ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സാലഡിന് വേണ്ടിയിട്ടുള്ള സവാള നമ്മളിവിടെ കട്ട് ചെയ്ത് ചെറിയ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ബിരിയാണിയുടെ ഫ്ലെയിം ഒരിക്കലും മറന്നു പോകരുത്. ആദ്യം നിങ്ങളൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ബിരിയാണിയുടെ പോട്ടിനടിയിൽ പഴയ തവയോ അല്ലെങ്കിൽ നമുക്ക് പഴയ ദോശക്കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം അതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വീണ്ടും കുക്ക് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടും. നമ്മൾ ഇനി ഇവിടെ കുക്കുംബറും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഇനി നമ്മൾ സാലഡിന് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കാം. ഇത് ഇപ്പം നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി എന്തായാലും സവാളയും അതുപോലെ തന്നെ തക്കാളിയും നമ്മൾ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ക്യാരറ്റും കുക്കുംബറും ഒക്കെ നിങ്ങളുടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതെല്ലാം ചോപ്പ് ചെയ്ത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചോപ്പ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളകാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് മാത്രം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാവുന്ന ടൈമിലേക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ തൈരും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തൈരില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാലഡ് കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇത് മിക്സ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് തുറക്കുമ്പോൾ ഒരു മണം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ ഭയങ്കര മണമാണ് കേട്ടോ. ഭയങ്കര മണമാണ്. നമ്മുടെ മൂക്കിലേക്ക് ഉടച്ചു കയറുന്ന മണമാണ്. നല്ലൊരു മണമാണ് ചിക്കൻ്റെതും. ആ ഒരു നമ്മൾ ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല എസൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. എങ്കിലും ഈ ബിരിയാണിയുടെ മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മണമാണ്. നമുക്ക് ഒരു മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനും റൈസും എല്ലാം നന്നായിട്ട് കുക്കായി നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആ ഒരു കുക്കിംഗ് എത്ര ടൈമാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഒന്നെങ്കിൽ നല്ല അങ്ങ് വെന്ത് പോകും. നമുക്കിത് ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചില്ല. കറക്റ്റായിട്ടാണ് നമ്മളിതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ അടിക്കൊന്നും പിടിക്കാതെ നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ സാലഡും കൂടെ നമ്മുടെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.